ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. ചെറുതാക്കി അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, ഒരു പിടി വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, 5-6 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇഞ്ചി അരിയാണ്. ഇഞ്ചി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കി അരിയാം കേട്ടോ, നീളത്തിലോ ചെറുതാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ. ഞാനിപ്പോൾ ഇത് അങ്ങനെ നീളത്തിൽ അരിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് തക്കാളി 2 എടുത്തിട്ട് അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ചെറുതാക്കി അരിയാം. രണ്ട് ചെറിയ തക്കാളിയാണ്. ഞാൻ ചൂര മീനാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ആദ്യം. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം. എല്ലാം ഒരുമിച്ച് വാട്ടിയെടുക്കാം. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരാൻ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം ഒന്ന് വേവണം. തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഒന്ന് വേഗം ഉടയും. അപ്പോൾ ഒന്ന് വേവും. നന്നായിട്ട് അതൊന്നും കൂടി വാട്ടിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണത്. അതുപോലെ തന്നെ ചെറിയ ഒരു 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് പച്ചമണം പോണ വരെ വാട്ടിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ വാട്ടുന്നതിന് മുമ്പ് നമ്മൾ ഉലുവട്ട് പൊട്ടിച്ചാലും മതി. അത് ഉലുവട്ട് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇത് പച്ച മണം മാറുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റാക്കി ഇത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞു വെച്ചതാണ്. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഗ്രേവിയുടെ മണം വരുന്നുണ്ട്. നല്ല ഗ്രേവി ആയിട്ടാണ് അത് നമുക്ക് കിട്ടുക. ഇനി നമ്മളതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം.
നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ആദ്യം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ വേണം ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക. ഈ സമയത്ത് പാകമാണ്. ഞാൻ നേരത്തെ നോക്കി. അപ്പോൾ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചാറൊന്നും കൂടി കുറുകി വരണം. ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ളത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു ചെറിയ മുറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടി തേങ്ങാപ്പാൽ, ഒറ്റ പാൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ളത് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്നൊന്ന് മൂടി വയ്ക്കുക. അങ്ങനെ മൂടി വയ്ക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി. നമ്മൾ മെല്ലെ പതുക്കെ ഇങ്ങനെ നോക്കാം. കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ പാലൊഴിച്ചിട്ട് കറി വെച്ച് നോക്കൂ കേട്ടോ. മീൻ കറിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.